അടുക്കും ചിട്ടയും ഇല്ലാത്ത പിശാചുണ്ട്. ഒരു അറേഞ്ച്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ളവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കസേര ഇട്ടേക്കണ ഏണേ കോണേന്നായിരിക്കും. ചൂല് കറക്കടാ മറക്കടാ മാറി കിടക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിന്നെ നടുക്ക് തന്നെ കിടപ്പുണ്ടാവും. ചില്ല തുണികളൊക്കെ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ടാവും. കിടക്കുന്ന ബെഡ്റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ മാതിരി തുണിയൊക്കെ കിടപ്പുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള സ്ഥലമുണ്ട്. പരിസരങ്ങളിലാണ് ഈ അറേഞ്ച്മെൻ്റ് ഇല്ല. 2 പൂക്കൾ വെച്ച് പിടിപ്പിക്കുകയോ അല്ലെങ്കിൽ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കുകയോ അങ്ങനെയൊന്നും ഇല്ല. എല്ലാം ഇങ്ങനെ കാട് പിടിച്ച് മുടിഞ്ഞ് കിടക്കണ മാതിരി കിടപ്പുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ബലഹീനതയുള്ളവരുണ്ട്. അവരെ നേരായ പാതയിലൂടെ നയിക്കണമെങ്കിൽ കഠിനമായ അധ്വാനം, ലളിതമായ ജീവിതം, കൃത്യനിഷ്ഠ, ഇങ്ങനെയുള്ളൊരു ശൈലിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണം. കർത്താവ് ഈ തിന്മയിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുവാൻ, ഉള്ളതെല്ലാം ഒന്ന് അറേഞ്ച്ഡായിട്ട് വയ്ക്കാൻ ഉള്ള കൃപാവര ഈ വ്യക്തികൾക്ക് നൽകണമേ. ഇവരെ സുഖപ്പെടുത്തണമേ. ഇവരുടെ മനസ്സിനെ സുഖപ്പെടുത്തണമേ. തിന്മയിൽ നിന്ന്, നിരാശയിൽ നിന്ന് ഇവരെ മോചിപ്പിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയില്ല ആയിരിക്കട്ടെ.